മകനും മരുമകളും വീട് പൂട്ടിപ്പോയി. പിതാവിൻ്റെ മൃതദേഹം മുറ്റത്ത് കിടത്തി. യാത്രയയക്കുവാൻ അനാഥാലയത്തിൽ നിന്നെത്തി ഭാര്യ. വീടിന് പുറത്താണെങ്കിലും നേർത്ത മഴയും കുളിരും അറിയാതെ ഇന്നലെ മനസമാധാനത്തോടെ ആ 80-കാരൻ തോമസ് ഉറങ്ങിക്കിടന്നു. കരഞ്ഞു പറ്റിയ കണ്ണുകളും മനസ്സും മാത്രമായി അരികിൽ ഭാര്യ റോസ്ലിയും ഇരിപ്പുണ്ടായിരുന്നു. ഒരു ദിവസത്തേക്ക് മാത്രമായി എങ്കിലും സ്വന്തം വീട്ടുമുറ്റത്ത് ചുറ്റും കൂടിയ നാട്ടുകാർക്കിടയിൽ മരണം വീണ്ടും ഒന്നിപ്പിച്ച അനാഥർ. അപ്പൻ്റെ മൃതദേഹം അകത്തേക്ക് കയറ്റാതെ മകനും മരുമകളും വാതിൽ പൂട്ടിപ്പോയതോടെയാണ് അരിമ്പൂർ കൈപ്പുള്ളി പ്ലാക്കൻ തോമസും റോസ്ലിയും രണ്ടാമതും വീടിന് പുറത്തായത്. അപ്പനും അമ്മയും ശല്യമായി തോന്നിത്തുടങ്ങിയപ്പോഴായിരുന്നു മകൻ ജെയ്സനും മരുമകൾ റിൻസയും പിതാവായ തോമസിനെയും മാതാവ് റോസ്ലിയെയും വ്യത്യസ്ത അനാഥാലയങ്ങളിൽ കൊണ്ടാക്കിയത്. പനി ബാധിച്ച് ഇന്നലെ പുലർച്ചെ മണലൂർ സാൻജോസ് കെയർ ഹോമിലായിരുന്നു തോമസിൻ്റെ മരണം. പിതാവിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമാണെന്ന് കെയർ ഹോമുകാർ അറിയിച്ചിട്ടും മക്കൾ തിരിഞ്ഞു നോക്കിയില്ല. തോമസ് പുലർച്ചെ മരിച്ചതോടെ മൃതദേഹം സ്വന്തം വീട്ടിലെത്തിച്ച് വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം ഇടവകപ്പള്ളിയിൽ സംസ്കരിക്കുവാനായിരുന്നു രാവിലെ 9:30 മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. ഭർത്താവിനെ ഒരു നോക്ക് കാണാനും അന്ത്യചുംബനം നൽകുവാനും കാരമുക്ക് കൃപാസദനത്തിൽ നിന്ന് ഭാര്യ റോസ്ലിയെയും അയൽവാസികൾ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. പിതാവിൻ്റെ മൃതദേഹം അനാഥാലയത്തിൽ നിന്നും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതറിഞ്ഞ് മകൻ ജെയ്സനും മരുമകൾ റിൻസയും വീട് പൂട്ടി പെട്ടെന്ന് പോവുകയായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു. മകനോട് തിരിച്ചു വന്ന് മൃതദേഹം അകത്തു കയറ്റുവാൻ കുടുംബവുമായി അടുപ്പമുള്ള പലരും ആവശ്യപ്പെട്ടുവെങ്കിലും കൂട്ടാക്കിയില്ല. പിന്നീട് പഞ്ചായത്ത് അധികൃതരും അന്തിക്കാട് പോലീസും പലതവണ ബന്ധപ്പെടുവാൻ ശ്രമിച്ചെങ്കിലും മകൻ ജെയ്സൺ ഫോൺ എടുത്തില്ല. തുടർന്ന് പുറത്താക്കിയ വീട്ടിലേക്ക് തങ്ങൾക്കിനി കയറേണ്ടതില്ലെന്ന് തോമസിൻ്റെ ഭാര്യ റോസ്ലി തീരുമാനിച്ചതോടെ മൃതദേഹം മഞ്ചയിൽ മുറ്റത്ത് തന്നെ കിടത്തുകയായിരുന്നുവെന്ന് അയൽവാസികൾ പറഞ്ഞു. വൈകിട്ട് തൃശൂർ എറവ് സെയിൻറ്റ് തെരേസാസ് കപ്പൽ പള്ളിയിൽ അടക്കം ചെയ്യും വരെ വീട് അടഞ്ഞു തന്നെ കിടന്നു. തോമസിൻ്റെ മൃതദേഹം മുറ്റത്തും. ജോയ്സിയാണ് തോമസിൻ്റെ മറ്റൊരു മകൾ. മരുമകൻ വിൻസൻ. മകൻ്റെയും മരുമകളുടെയും ഉപദ്രവം സഹിക്കാനാകുന്നില്ലെന്നും വീട്ടിൽ നിൽക്കുവാൻ ബുദ്ധിമുട്ടാണെന്നും അന്തിക്കാട് പോലീസിന് പരാതി നൽകിയിരുന്നു. 8 മാസം മുമ്പാണ് തോമസിനെയും റോസ്ലിയെയും വ്യത്യസ്ത അനാഥാലയങ്ങളിൽ കൊണ്ടാക്കിയത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ഈ വിഷയവുമായി ഇതുവരെ കേസൊന്നും എടുത്തിട്ടില്ല, ആരും രേഖാമൂലം പരാതി നൽകിയിട്ടില്ല എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. ഇന്നലെ സ്ഥലം RDOയുമൊക്കെ ഇടപെട്ട് റിപ്പോർട്ട് നൽകിയ ശേഷം കേസെടുത്താൽ മതി എന്നാണത്രേ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആരാണ് പരാതി കൊണ്ട് നൽകേണ്ടുന്നത്? 85 വയസ്സുകാരിയായ എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും ആവാത്ത തോമസിൻ്റെ ഭാര്യയോ, അത് നാട്ടുകാരോ? സ്വന്തം മാതാപിതാക്കളോട് ഇത്രയും ക്രൂരത കാണിച്ച ഈ മക്കൾക്കും മരുമക്കൾക്കുമെതിരെ സ്വമേധയാ കേസെടുക്കേണ്ടതല്ലേ? വലിയ പാരമ്പര്യമുള്ള കത്തോലിക്ക സഭാംഗങ്ങളാണത്രേ ഇവർ. കേസെടുത്താൽ കുടുംബത്തിനും സഭയ്ക്കും നാണക്കേടാണത്രേ. ജെയ്സ, തെരുവുപട്ടി പോലും നിന്നെക്കായാലും എത്രയോ ഭേദമാണ്. ഇവൻ്റെയും ഭാര്യയുടെയും ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അത് കൊടുത്തേനെയും. അയൽക്കാർക്ക് ആർക്കെങ്കിലും അയച്ചു തരാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾക്കത് അയച്ചു തരിക. കത്തോലിക്ക സഭാ നേതാക്കന്മാരോടാണ് ചോദിക്കുവാനുള്ളത്. നിന്റെയൊക്കെ സൺഡേ സ്കൂൾ പഠിപ്പീര് കൊണ്ടും അളിഞ്ഞ കൂതാശകൾ കൊണ്ടും എന്ത് പ്രയോജനമാണ് ഉള്ളത്? സ്വന്തം അപ്പനോടും അമ്മയോടും പോലും ഈ ക്രൂരതകൾ കാണിക്കുന്ന നീയൊക്കെ മനുഷ്യജന്മം എന്ന് പറയുവാൻ തന്നെ നാണക്കേടല്ലേ? സഭയും രാഷ്ട്രീയക്കാരുമൊക്കെ ഇടപെട്ട് ഈ വിഷയത്തിൽ ഒരു കേസ് പോലും എടുക്കാതെ മകനെയും മരുമകളെയും മറ്റു മക്കളെയും രക്ഷപ്പെടുവാൻ അനുവദിക്കും. പക്ഷേ അതിന് അനുവദിക്കരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.